ചർച്ച ബില്ലുണ്ടാക്കി നഷ്ടപ്പെട്ടു പോയ യാക്കോബായക്കാരുടെ അസ്തിത്വം വീണ്ടെടുത്തു തരാമെന്ന് നിങ്ങളുടെ എല്ലാമായ ശ്രേഷ്ഠ ബസേലിയോസ് തോമസ് പ്രഥമന്റെ മൃതശരീരത്തിനരികിൽ നിന്ന് പോലും പറഞ്ഞ് കയ്യടി വാങ്ങിയ സഖാവ് പിണറായി വിജയൻ ഇന്നവിടെ. ആ വാഗ്ദാനം ഇന്ന് എന്തായി? എല്ലാ കാര്യങ്ങളും ഇന്ന് എവിടെ എത്തിച്ചു? ആ നിരർത്ഥകമായ വാഗ്ദാനം യാക്കോബായക്കാരന്റെ ഗദ്ഗതമായി ഇന്നും അന്തരീക്ഷത്തിൽ മുഴങ്ങുന്നില്ലേ? ഇന്നും ആകാശവിധാനയിൽ ഒരു നൊമ്പരമായി മാറ്റൊലി കൊള്ളുന്നില്ലേ? ഏതെങ്കിലും ക്രിസ്ത്യാനി മൃതശരീരത്തെ കൈയടിച്ച് അഭിവാദ്യം ചെയ്യുമോ? അത് നിങ്ങളെ കൊണ്ട് ആ പാതകവും ചെയ്യിപ്പിച്ചില്ലേ? അത്രയ്ക്ക് വേണമായിരുന്നു. ഒന്നുകൂടി ചിന്തിച്ചു നോക്കൂ. അതിന് ചൂട്ടുപിടിച്ച് അതിനു മുൻപിൽ നിൽക്കുക മാത്രമല്ല, ആദരണീയനായ മുഖ്യമന്ത്രിയുടെ കരം കവർന്ന് ചുംബിച്ച നിങ്ങളുടെ ആത്മാവായ ട്രസ്റ്റി തമ്പു തുകലൻ ഇന്നവിടെ. ഒരു നിരീശ്വരവാദിയുടെ കരം മുത്തുക എന്നത് ഒരു ക്രിസ്ത്യാനിക്ക് അഭിലഷണീയമാണ്. എന്നിട്ടും അദ്ദേഹം അത് ചെയ്തില്ലേ? എന്നിട്ട് നിങ്ങൾക്ക് തിരിച്ചു കിട്ടിയത് എന്താണ്? പറഞ്ഞു പറ്റിച്ചു എന്നതോ? ചർച്ച് ബില്ലെന്ന പ്ലാവില കാട്ടി ഇടതുപക്ഷത്തിന് വോട്ട് നൽകണമെന്ന് പരസ്യമായി നിങ്ങളോട് ആഹ്വാനം ചെയ്ത് കുഞ്ഞാടുകളുടെ വോട്ടുകൾ ഇടതുപക്ഷത്തിന് വേണ്ടി ബാലറ്റ് പേപ്പറിൽ നിക്ഷേപിക്കാൻ അത്യധ്വാനം ചെയ്ത നിങ്ങളുടെ ജോസഫ് മഫ്രിയാൻ ഇന്നവിടെ. ഇവരെയൊക്കെ എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? ഒരാഴ്ച മുഴുവൻ നല്ല കോൺഗ്രസുകാരായിരുന്നവരെ അടക്കം LDFന്റെ ചിഹ്നത്തിൽ സഭയുടെ അസ്തിത്വം നിലനിർത്തുവാൻ എന്ന വ്യാജേന സഭാ നേതാക്കളും സംസ്ഥാന ഭരണത്തലവനും വഞ്ചിച്ച് വോട്ട് ചെയ്യിച്ചു എന്ന് മാത്രമല്ല, ആ കോൺഗ്രസ് പാർട്ടിയിൽ വിശ്വസിച്ചിരുന്നവരെ കൊണ്ട് പള്ളികളായ പള്ളികളിലെല്ലാം സഖാവ് പിണറായി വിജയന്റെ ഫ്ലെക്സുകൾ ചുമപ്പിക്കുകയും പള്ളിയുടെ പ്രധാന കവാടങ്ങളിൽ പോലും ഫ്ലെക്സുകൾ നിങ്ങളെ കൊണ്ട് പ്രതിഷ്ഠിപ്പിക്കുകയും ചെയ്യിപ്പിച്ച് നിങ്ങളെ പമ്പര വിഡ്ഢികളാക്കിയത് എന്തിന്? സഭയുടെ നേതൃനിരയിലുള്ളവർ ഇന്നുവരെ നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങളിൽ യാക്കോബായ വിശ്വാസികളായ ജനങ്ങളെന്ന് തൃപ്തരാണോ? അവരെ മനഃപൂർവ്വം വഞ്ചിച്ചു എന്നൊരു തോന്നൽ ജനത്തിനിടയിൽ വന്നിട്ടില്ലേ? 10 വർഷം ഭരിച്ചിട്ടും പിണറായിയുടെ ഇടത് സർക്കാർ നിങ്ങളോട് കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനുകൾക്ക് മുൻപ് തന്ന വാഗ്ദാനങ്ങൾക്ക് എന്തെങ്കിലും ഒരു നടപടി ഉണ്ടായിട്ടുണ്ടോ? ഒരു തവണ കൂടി നിങ്ങൾ വഞ്ചിതരാകാൻ തയ്യാറാണോ? തയ്യാറാകണമെന്ന് ഇനിയും നിങ്ങളോട് നിങ്ങളുടെ നേതൃത്വം ആവശ്യപ്പെടില്ലേ? ആവശ്യപ്പെട്ടാൽ നിങ്ങളുടെ തീരുമാനം എന്തായിരിക്കും? ഇനിയും വഞ്ചിക്കപ്പെടുവാൻ നിന്ന് കൊടുക്കണോ?